ജയിലിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വണ്ടി വെച്ച് സത്യൻ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അവന്റെ അമ്മയെക്കുറിച്ച് തന്നെ കൂടുതലും പറഞ്ഞത്. അവര് ഇന്ദ്രനെ ഒരു കുരുക്കിട്ട് നിർത്തിയിരിക്കുക. ഇന്ദുവിന്റെ കാര്യത്തിൽ അവന്റെ അമ്മ ചിന്തിക്കുന്ന പോലെ ഒരിക്കലും ഇന്ദ്രേട്ടൻ ചിന്തിക്കില്ലെന്ന സത്യന്റെ വിശ്വാസം. അവന്റെ അമ്മയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തൊരു സ്വഭാവം ഇന്ദ്രനുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മളൊരു ഉറച്ച തീരുമാനം ഉടനെ എടുക്കണം. അത് തന്നെയാ ഞാനും നിന്റെ അച്ഛനോട് പറഞ്ഞത്. നമ്മളൊന്നും മിണ്ടാതിരുന്ന ഇന്ദ്രന്റെ ഇന്ദുവിന്റെ കല്യാണം ഉറപ്പിച്ചെന്ന് വരെ ആ സ്ത്രീ നാട് മുഴുവൻ പാടി നടക്കും. ഇന്ദുമോളെ ഇന്ദ്രന് കല്യാണം കഴിച്ചു കൊടുക്കുന്നതിനെ പറ്റി ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഇവളുടെ കല്യാണം എത്രയും വേഗം നടത്തണമെന്നൊരാഗ്രഹം അച്ഛനുണ്ട്. ഇന്ദ്രന്റെ കാര്യത്തിൽ നിന്റെ അഭിപ്രായം എന്താ എന്തു? ഇന്ദ്രേട്ടനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായം തന്നെയാ. പക്ഷേ ഇന്ദ്രേട്ടനെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. പിന്നെ ഞാനൊരു ഭാരമായിട്ട് നിങ്ങൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് എന്ത് തീരുമാനം എടുക്കാം. ആ തീരുമാനത്തിന് ഞാൻ വഴങ്ങിയിരിക്കും. അല്ല, നീ എന്തൊക്കെയാ മോളെ പറയുന്നേ? മോളെ, ഞങ്ങൾക്ക് നീ അങ്ങനെ ഒരു ഭാരമായിട്ട് തോന്നുവോ? പിന്നെ നിന്റെ കല്യാണം ഉടനെ നടത്തണമെന്ന് അച്ഛൻ ആഗ്രഹിക്കുന്നത് ഈ സുശീലയെ പോലുള്ളവർ നിന്നെ വെച്ച് വില പേശുന്നത് കണ്ടിട്ടാ. പിന്നെ ചില ബ്രോക്കർമാരുണ്ട്, പെണ്ണിന്റെ രണ്ടാം കല്യാണമെന്ന് പറയുമ്പോ ഈ പെൺകുഞ്ഞുങ്ങളെ തീരെ അങ്ങ് താഴ്ത്തി കെട്ടും. അതുകൊണ്ട് എന്റെ മോൾക്ക് ആ അവസ്ഥ ഉണ്ടാവരുത്. മോൾക്ക് പറ്റിയ ഒരാളെ അച്ഛൻ കണ്ടെത്തിയാ എന്റെ മോൾ അതിന് സമ്മതിക്കണമെന്നേ അച്ഛന് പറയാനുള്ളൂ. അതിന് ഇന്ദുവിന്റെ ജാതക പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും അതിന് തയ്യാറാവണ്ടേ സച്ചേട്ടാ? ഇവൾക്കിനി ജാതകമില്ല. അതിന്റെ പേരില ഇവളുടെ ജീവിതം ഇങ്ങനെയായി പോയത്. അതുകൊണ്ട് ജാതകത്തിൽ വിശ്വാസമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവളെ കല്യാണം കഴിച്ചാൽ മതി. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം. മാട്രിമോണിയൽ വഴി ഒരാളെ രഹസ്യമായിട്ട് കണ്ടെത്തണം. അവരുടെ കല്യാണം നടക്കുന്ന കൂട്ടത്തിൽ തന്നെ നിന്റെ കാര്യവും ഞങ്ങൾ അധികം താമസിയാതെ ആലോചിക്കാൻ പോവാ. എന്റെ കല്യാണോ? ആദ്യം ഇവളുടെ നടക്കട്ടെ. അത് വേണ്ട. എന്റെ ഏട്ടന്റെ കല്യാണം ഒരുമിച്ച് നടത്താന്ന് അച്ഛനും അമ്മയാന്ന് പറഞ്ഞപ്പോഴും ഏട്ടൻ ഇത് തന്നെയാ പറഞ്ഞേ. അതനുസരിച്ച് എന്റെ ഒരു കല്യാണം കഴിഞ്ഞു. ഇനി ഏട്ടനും കൂടി കല്യാണം കഴിക്കാൻ തയ്യാറായാലേ ഞാൻ സമ്മതിക്കും. എടാ, ഒന്ന് സമ്മതിക്കടാ മോനെ. ഇനിയെങ്കിലും അച്ഛനും അമ്മയ്ക്കും കുറച്ച് സന്തോഷമെങ്കിലും താ. എടാ, ഏത് കാര്യവും അതിൻ്റെതായ സമയത്ത് തന്നെ നടക്കണം. അല്ലെങ്കിലേ ഈ ജീവിതം എന്ന് പറയുന്നതേ പല വഴിക്കായിട്ട് അങ്ങ് പോവും. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, കുറെ കാലമായിട്ട് നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണെന്ന്. ശരി അച്ഛാ, കല്യാണം കഴിക്കാൻ ഞാൻ റെഡിയാ. പക്ഷേ എന്റെ പെണ്ണിനെ അത് അനന്തമാഷ് കണ്ടെത്തി തരണം. അദ്ദേഹം കണ്ടെത്തി തരുന്ന പെണ്ണ് ഏതായിരുന്നാലും അവളെ ഞാൻ കല്യാണം കഴിച്ചിരിക്കും. അല്ല, ഇതൊരു വിചിത്രമായ ഡിമാൻഡാണല്ലോടാ. എടാ, ഈ അനന്തം മാഷിനെ വീണ്ടും നമ്മുടെ കുടുംബകാര്യങ്ങളിലേക്ക് വലിച്ചഴക്കണോ? വേണോ അച്ഛാ? അച്ഛൻ പറഞ്ഞ മാഷ് അത് ചെയ്യും. അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടെയും പൂർണ്ണ സമ്മതത്തോടെയും ഒരു ജീവിതം തുടങ്ങിയാലേ കുറ്റബോധമില്ലാത്തൊരു മനസ്സുമായി എനിക്ക് ജീവിക്കാൻ പറ്റൂ അച്ഛാ. മോളുടെ മുത്തശ്ശൻ ഇപ്പൊ അമ്പലത്തിൽ നിന്ന് വരും. അപ്പോ മോള് പോവാണെന്ന് പറയണം കേട്ടോ. അതുകൊണ്ട് മോൾ ഇവിടെ തന്നെ ഇരിക്കണം കേട്ടോ. അല്ലെങ്കിലേ മുത്തശ്ശൻ മുറി കയറി വാതിലടച്ചു കളയും. എന്നാ അമ്മ പോയി റെഡിയാവട്ടെ.
കുളി ഇതുവരെ കഴിഞ്ഞില്ലേ? രഘുവേട്ടാ ഒന്ന് വേഗം ആവട്ടെ. അച്ഛൻ അമ്പലത്തിൽ നിന്ന് വന്ന ഉടനെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. ആ വരുന്നമ്പിളി, അമ്മാവൻ എത്തുമ്പോഴേക്കും ഞാൻ റെഡിയായ പോലെ. അച്ഛനെ മനഃപൂർവ്വം താമസിക്കുമെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട് പൂട്ടി താക്കോൽ ഇവിടെ വെച്ചിട്ട് പോവാം. അല്ലാതെ കാത്തു നിന്നാലേ നമ്മുടെ വഴി മുടക്കാൻ ആദില് വരാൻ ഇടയുണ്ട്. അയ്യോ, മോൾ ഉമ്മറത്ത് തനിച്ചാണല്ലോ. അയ്യോ മോളെ, മോളെ, മോളെ. ഈശ്വരാ, എന്റെ മോള്, മോളെ ചുട്ടി. അയ്യോ മോളെ, മോളെ, മോളെ. ഈശ്വര, എന്റെ മോള് ഇതെവിടെ പോയി? മോളെ, ലച്ചു. അമ്മേ. മോളെ മാമൻ ഒന്നും ചെയ്യില്ല. നല്ല കുട്ടി. മാമ മുട്ടായി മേടിച്ചു തരാവേ. മോളെ കാണാതെ അമ്പിളി പേടിച്ചു പോയല്ലേ? ലച്ചുമോക്ക് ഇപ്പം എന്നെ നല്ല പരിചയമായി അല്ല ലച്ചു? എന്താ അമ്പിളി ഇത്? എനിക്കും ഇതുപോലൊരു മോളുണ്ട്. അതുകൊണ്ട് ലച്ചുമോളെ ഞാൻ ഒന്നും ചെയ്യില്ല. മക്കള് നമ്മുടെ സ്വത്താ, നിധിയാ. 1 കിലോ സ്വർണത്തേക്കാൾ വില നിങ്ങൾ ലച്ചുമോൾക്ക് കൽപ്പിക്കുന്നത് എനിക്കറിയാം. എടോ, തന്നോട് ഞങ്ങൾ പറഞ്ഞല്ലേ ആ സ്വർണം ഞങ്ങൾ എടുത്തിട്ടില്ലെന്ന്. പിന്നെ എന്തിനാ നീ ഇവിടെ വീണ്ടും വീണ്ടും വന്ന് ഞങ്ങളെ പേടിപ്പിക്കുന്നേ? ഓ, അപ്പൊ എന്നെ പേടിയുണ്ടല്ലേ? എനിക്ക് ആദ്യമേ അറിയായിരുന്നു നിങ്ങളുടെ വീക്ക് പോയിന്റ് ലച്ചുമോളാണെന്ന്. എന്നിട്ട് ഞാൻ മാഷിനെ ഉൾപ്പെടുത്തി ഒരു പ്രശ്ന പരിഹാരത്തിന് ശ്രമിച്ചപ്പോ നിങ്ങൾ അടുക്കുന്ന ലക്ഷണമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? എടോ, എന്റെ കുഞ്ഞിനെ ഇങ്ങ് തരാൻ. അയ്യോ, റിസ്ക് ഒന്നും എടുക്കല്ലേ അമ്പിളി. ഞാനൊരു സ്വർണ്ണക്കടത്തുകാരനാ. സ്വർണം ഒളിപ്പിക്കും പോലെ ശരീരത്തിൽ ആയുധവും രഹസ്യമായി ഒളിപ്പിക്കുന്നവരാ ഞങ്ങള്. വെറുതെ ഈ കുഞ്ഞു ശരീരത്തില് മുറിവ് ഏൽപ്പിക്കണോ അമ്പിളി? അയ്യോ, എന്റെ മോള്, എന്റെ കുഞ്ഞിനൊന്നും ചെയ്യില്ലേ. മോളിങ്ങത്താ പ്ലീസ്.